എല്ലാവർക്കും അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് തൈര് കറിയാണ്. ഇതൊരു സ്പെഷ്യൽ തൈര് കറിയാണ്. ഇതിനകത്ത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു തൈര് കറിയാണ്. നമ്മളെപ്പോഴും മോര് കാച്ചി തേങ്ങയൊക്കെ അരച്ച് മോര് കാച്ചി കഷ്ണങ്ങളൊക്കെ ഇട്ട് കാച്ചിയൊക്കെയല്ലേ കൂട്ടാറുള്ളത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ? വളരെ ടേസ്റ്റാണ്. കണ്ടോ, വളരെ ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിന് തന്നെയല്ല, ചോറിനും കൂട്ടാം. അതുപോലെ തന്നെ ചപ്പാത്തി, ദോശ ഒക്കെ സൈഡായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് കറിയാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഉടച്ചാലും മതി. സ്പൂൺ ഇട്ട് ഇതുപോലെ ഉടച്ചാലും മതി. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് നല്ലത്. അതുപോലെ തന്നെ കട്ടത്തൈരുമായിരിക്കണം. വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് തൈര് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് അതിനായിട്ടൊരു ചെറിയൊരു മസാലയെന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കുക, ഉള്ളിയും വേപ്പിലേക്ക് ഇട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക്, ഒരു ടീസ്പൂണോളം കടുക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തു. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവായും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ കടുകും ഉലുവായും ഒക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ആ ഒരു സമയം നമ്മൾക്ക് അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കി അതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. നമ്മുടെ മുളക് കരിഞ്ഞു പോകരുത്. അതുപോലെ കടുകും ഉലുവായും ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഞാനതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ടരിഞ്ഞ്, ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. മോര് കാച്ചാൻ പോയാൽ നമുക്കതിനകത്ത് കഷ്ണം അരിയണം, തേങ്ങ അരയ്ക്കണം, ഒക്കെ ചെയ്യണ്ടേ. അതൊന്നുമില്ലാതെ പെട്ടെന്ന് നമ്മൾക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പുളി കുറഞ്ഞ തൈരാണ്. നന്നായിട്ട് പുളി കുറഞ്ഞ തൈരാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലും ദോശയുടെ കൂട്ടത്തിലും ഒക്കെ കൂട്ടാനായിട്ട് സാധിക്കുന്ന നല്ലൊരു കറിയാണിത്. നമ്മൾക്ക് അതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം അല്ലെങ്കിൽ നമ്മളുടെ പൊടികൾ കരിഞ്ഞു പോകും. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ. ഇനി അത് നമ്മൾ നേരത്തെ
ഉടച്ച് വെച്ചിരിക്കുന്ന ആ തൈരിലേക്ക് നമുക്ക് ഈ മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, തീർന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചോറ്. നമുക്ക് ചോറ് കഴിക്കുവാനായിട്ട് നമ്മൾ കിച്ചണിൽ വരുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു തൈര് കറിയാണിത്. കേട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് കഴിച്ച് നോക്കുക. വളരെ ടേസ്റ്റാണ്. നമ്മൾക്കൊരു ഇത് ഒന്നും വേണ്ട, നമുക്ക് ഇത് കൂട്ടി നമുക്ക് ചോറുണ്ണാം. ഇനി അതല്ല വേറെ കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ചോറിനൊപ്പം ഇത് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ചപ്പാത്തി, ദോശ, പൊറോട്ട, അപ്പം ഒക്കത്തിൻ്റെയും കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണിത്. ഞാൻ ചോറിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ലഞ്ചാണിത്. അയില വറുത്തത്, വാഴച്ചുണ്ട് തോരൻ വെച്ചത്. ഇതൊന്നും വേണമെന്നില്ല, നമ്മളുടെ തൈര് കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ സ്വാദിഷ്ടമായ നമ്മളുടെ തൈര് കറിയും കൂടി ചേർത്താൽ വളരെ സൂപ്പറായി. കണ്ടോ, നിങ്ങളുണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നിമിഷ കറിയല്ലേ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കും, അതുപോലെ കഴിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും നമുക്ക് തൈര് കൊണ്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കി ഇതുപോലെ കൊടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ചാറുകറിയൊക്കെ കൊടുത്തു വിടേണ്ട സമയത്ത് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കൊടുത്തു വിടാനായിട്ട് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നമ്മളുടെ തൈര് കറി കൂട്ടി ചോറുണ്ണയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടോ, ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.